ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത്തഖദു, അവരുണ്ടാക്കി, എടുത്തു, സ്വീകരിച്ചു ഖുബൂറ, ഖബറുകളെ, അമ്പിയാക്കളുടെ മസാജിദ, സുജൂദിന്റെ കേന്ദ്രങ്ങൾ. ഇന്ന് ഖബറിൽ സുജൂദ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഈ പണി ജൂതനും ക്രിസ്ത്യാനിയും ചെയ്തപ്പോ അള്ളാഹുവിനെ ശപിച്ചു. ഇത് സമസ്ത ചെയ്ത അള്ളാഹ്ക്ക് പെരുത്തിഷ്ടാണ് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? ആരാ നിങ്ങളോട് പറഞ്ഞത്? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുമ്പോ എന്താ പറയുന്നത്? ഇനി ഏറ്റവും രസമുള്ള പോയിന്റ് അതിൽ എന്താ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം. ജൂതന്മാരും ക്രിസ്ത്യാനികളും നല്ല പരിപാടിയാ. അമ്പിയാക്കളുടേതാ, ലോക്കലൊന്നല്ല. ഔലിയാണോ അമ്പിയാണോ ആരാന്നൊന്നും അറിയാത്തവരുടേതല്ല, അമ്പിയ ആണ് എന്ന് ഉറപ്പുള്ളവരുടെ. അതാ ജൂതന്മാർ ചെയ്ത്, ലോക്കൽ ആളുകളുടേതല്ല. അള്ളാന്റെ പത്തരമാറ്റി നബിമാരുടെ ഖബറ കെട്ടി ഉയർത്തി, അതിന്റെ പേരിൽ അവർ ശപിക്കപ്പെട്ട്. ഇനി ലളിതമായൊരു ചോദ്യം, ഈ ഖബർ കെട്ടി ഉയർത്തലും അവിടെ പച്ച മൂടലും ഇതൊക്കെ ഇസ്ലാം ആണെങ്കിൽ, ഇത് അള്ളാഹ്ക്ക് പെരുത്തി ഇഷ്ടാണെങ്കിൽ റസൂൽ പറയേണ്ടത് എങ്ങനെയാ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആയിഷ, സംഗതി എന്തൊക്കെ നമ്മളിപ്പോ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആയിഷ, ഒരു കാര്യം ക്ലിയർ ചെയ്യാതെ പോകാൻ പറ്റില്ല. അതെന്താണത്? ആയിഷ നോക്കൂ, നമ്മൾ സൂറത്ത് ഫാത്തിഹയില് കോപിക്കപ്പെട്ടവരുടെയോ വഴിതെറ്റിയവരുടെയോ പാതയിൽ ഞങ്ങളെ ചേർക്കല്ലേ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും മാഷാ അല്ലാഹ് എടുത്തു പറയേണ്ട ഒരു ഗുണം ജൂത ക്രിസ്ത്യാനികൾക്ക് ഉണ്ട് ആയിഷ. അത് എടുത്ത് പറയേണ്ട ഗുണം തന്നെയാണ്. അതിനോളം വലിയൊരു പുണ്യവർക്ക് വേറല്ല. എന്താണെന്നറിയോ ആയിഷ? അമ്പിയാക്കൾ മരിച്ച പോലെ ഖബർ കെട്ടി ഉയർത്തും. അത് അവർ ചെയ്യുന്ന ഒരു വൻ പുണ്യകരമായ കാര്യമാണ് എന്നല്ലേ സമസ്ത ശരിയാണെങ്കിൽ മുത്തുനബി പറയേണ്ടത്? ഈ ഒരൊറ്റ പോയിന്റിൽ നിന്ന് സമസ്ത ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തലയുള്ളൂ, തലച്ചോറില്ല. നിങ്ങൾ തലച്ചോറുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. നിങ്ങൾക്ക് തലച്ചോറില്ല, നിങ്ങൾക്ക് തലച്ചോറില്ല. തലുണ്ട്, തലച്ചോറില്ല. തലച്ചോറുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പോയിന്റ് മതി നിങ്ങളെ തിരിച്ചു ചിന്തിപ്പിക്കാൻ. ശരിക്കും പ്രവാചക തിരുമേനി പറയേണ്ടത് എന്താണ്? അള്ളാഹ്ക്ക് പെരുത്തി ഇഷ്ടായി എന്നല്ലേ പറയേണ്ടത്? അള്ളാഹ് ശപിച്ചു എന്നാ പറയണത്. എന്ത്? ഖബർ കെട്ടി ഉയർത്തലേ. എന്നിട്ട് നമ്മളെ അതിന്റെ പിന്നിൽ ഇങ്ങനെ കൂടുക. എന്നിട്ട് ആ സിയാറത്ത്, ഈ സിയാറത്ത്, പുളിങ്ങോ മക്കാമ്, മറ്റേ മക്കാമ്, അതേ ഇത്, എന്നിട്ട് ജനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാ. ഇത് ഷിയാക്കൾ തുടങ്ങി വെച്ചതാ, ഷിയായിസമാണിത്. ഇത് ഷിയാക്കളെ തുടങ്ങിയതാരാ? അബ്ദുല്ലാഹിബ്നു സബ എന്ന ജൂതൻ. അബ്ദുല്ലാഹിബ്നു സബ എന്ന ജൂതൻ തുടങ്ങിയ പ്രസ്ഥാനമാണ് ഷിയായിസം. ആ അബ്ദുല്ലാഹിബ്നു സബ ജൂതനാണ്. ജൂതന്റെ പണി എന്താ? ഖബർ കെട്ടി ഉയർത്തല്. അള്ളാന്റെ ശാപത്തിന് പാത്രീഭൂതരാവല്. എങ്കിൽ നിങ്ങൾ ആലോചിക്കും, ഇന്ന് നബി ജീവിച്ചിട്ടുണ്ട് വിചാരിക്കും. നീ കവായിൽ നബി ജീവിച്ചിരുന്ന നബി എന്താ പറയാ? സമസ്തക്കാരെ. അങ്ങനെ ലാനല്ലാഹു യഹൂദ വന്നസാറ എന്നല്ല, ലാനല്ലാഹു അള്ളാഹ് ശപിച്ചിരിക്കുന്നു സമസ്തയെ, EKAP സുന്നിയെ. മറ്റേ രണ്ട് വിഭാഗമാണല്ലോ. റസൂൽ ഇന്ന് ജീവിച്ചിട്ടുണ്ട്. റസൂൽ എന്താ പറയോ? സമസ്തയിലെ EKAP സുന്നികളെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു. കാന്തപുരത്തെയും ജിഫ്രി മുത്തുക്കോയത്തങ്ങളെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും അള്ളാഹ് ശപിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഖബർ കെട്ടിയുയർത്തിയതിന്റെ പേരിൽ എന്നല്ലേ റസൂൽ എന്ന് പറയാ? നിങ്ങൾ സ്വതന്ത്രമായി പടച്ചോനെന്ന തലച്ചോറ് നിങ്ങളൊന്ന് ചിന്തിച്ചു. ഒറ്റയ്ക്ക് നമ്മുടെ പരലോകത്തിന് ആരും നമ്മുടെ ഖബറിൽ ഉണ്ടാവില്ല.